നമസ്കാരം. മൃഗങ്ങളും മനുഷ്യരെ പോലെ കണക്ക് കൂട്ടിയാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അവർക്ക് അപകടത്തിൽപ്പെട്ട മറ്റൊരു മൃഗത്തിനെ രക്ഷിക്കാനുള്ള കഴിവുണ്ടോ? അതുപോലെ തന്നെ അവർക്ക് കണക്ക് കൂട്ടാൻ കഴിയുമോ? മനുഷ്യരുടെയൊക്കെ മുഖലക്ഷണം നോക്കി അവൻ്റെ മനസ്സിൽ എന്താണ് എന്ന് വായിക്കാൻ കഴിയുമോ? നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം. മൃഗങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ ലോകത്ത് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാൻ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. സ്വീഡനിലെ ഒരു മൃഗശാലയിൽ സാന്റിനോ എന്ന് പേരുള്ള ഒരു ചിമ്പാൻസി ഉണ്ടായിരുന്നു. അവൻ ഈ കൂട്ടിലിരുന്ന് വിഷമിച്ചിരിക്കുക, ബോറടിച്ചിരിക്കുന്ന അവസരത്തിൽ ബോറടി മാറ്റാനായിട്ട് പുതിയൊരു വഴി കണ്ടെത്തി. അവനെ കാണാനായിട്ട് വരുന്ന ആളുകളെ കല്ലുകളെടുത്ത് എറിയുക എന്നുള്ളത്. അതിൽ വലിയ പുതുമയൊന്നും നമുക്ക് തോന്നില്ല. മൃഗങ്ങൾക്ക് ദേഷ്യം വന്നാൽ അവർ കല്ലെടുത്ത് എറിയാറുണ്ട്, ആളുകളെ ഉപദ്രവിക്കാറുണ്ട്. പക്ഷേ സാന്റിനോയുടെ കേസിൽ അതായിരുന്നില്ല. സാന്റിനോ ഇത് വളരെ കണക്കുകൂട്ടിയാണ് ചെയ്തത്. അതായത് ദേഷ്യം വന്നിട്ടോ മറ്റ് വികാരപ്രകടനങ്ങളോ ഒന്നും ആയിരുന്നില്ല കല്ലെടുത്തെറിയുക എന്നുള്ളത്. അവൻ രാവിലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയി കല്ലുകളെല്ലാം പെറുക്കി കൂന കൂട്ടി വയ്ക്കും. സന്ദർശകരും ഗൈഡുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കും. അത് കഴിഞ്ഞ് ഗേറ്റ് തുറന്ന് സന്ദർശകരും ഗൈഡുകളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ഈ കൂനകളിൽ നിന്ന് കല്ലെടുത്ത് അവരെ എറിയുമായിരുന്നു. അപ്പോൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ സന്ദർശകർക്കും അതുപോലെ തന്നെ ഗൈഡുകൾക്കും ഒക്കെ ഇവൻ കൽക്കൂമ്പാരത്തിൻ്റെ അടുത്തിരിക്കുന്ന കാണുമ്പോൾ തന്നെ പേടിയായി തുടങ്ങി. അപ്പോൾ ഇവൻ്റെ അടുത്തോട്ട് ആളുകൾ വരാതെയായി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ചിമ്പാൻസിക്കുട്ടന് കല്ലുകൾ എറിയാനായിട്ട് ആളെ കിട്ടാതെയായി. അപ്പോൾ അങ്ങനെ കുറച്ച് നാളവൻ ബോറടിച്ച് പിന്നെയും പോയി. പിന്നെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി പരീക്ഷിച്ചു. അതായത് ഇവൻ കല്ലുകളെടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നത് അവിടെയുള്ള വൈക്കോൽ കൂമ്പാരത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ മരങ്ങളുടെ പൊത്തിലോ അങ്ങനെ പല പല സ്ഥലങ്ങളിലായി ഇവൻ ഈ കല്ലുകളെടുത്ത് ഒളിപ്പിച്ച് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ അടുത്ത് കല്ലുകളില്ല എന്ന ധൈര്യത്തിൽ സന്ദർശകരും ഗൈഡുകളൊക്കെ അടുത്തോട്ട് വരുമ്പോൾ ഈ ഒളിപ്പിച്ച് വെച്ച കൂട്ടത്തിൽ നിന്ന് കല്ലെടുത്ത് അവൻ എറിയാൻ തുടങ്ങി. അങ്ങനെ കണക്ക് കൂട്ടി ആളുകളെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല അത് മൃഗങ്ങൾക്കും പറ്റും എന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൃഗങ്ങൾ മറ്റ് മൃഗങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഗവേഷകർ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഒരു എലീനെ ഒരു ചെറിയ കൂട്ടിലടച്ച് അവർ ഒരു അറയിൽ കൊണ്ടുപോയി വെച്ചു. ആ അറയിൽ വേറെ ഒരു എലീനെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ കറങ്ങാനായിട്ട് അനുവദിച്ചു. അപ്പോൾ ഇവർ പുറത്തുനിന്ന് ഇതിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പുറമെ കറങ്ങി നടക്കുന്ന എലി ഈ കൂടിൻ്റെ അകത്ത് അകപ്പെട്ട് കിടക്കുന്ന എലിയുടെ അപകട സൂചനകളൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മറ്റെലിയുടെ ഭാവവ്യത്യാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചപ്പോൾ അവൻ കൂടുതൽ പ്രഷറിലാവുന്നതും അവനതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിട്ട് ഗവേഷകർ വായിച്ചെടുത്തു. അറയിലൂടെ ഫ്രീ ആയിട്ട് കറങ്ങി നടക്കുന്ന എലി പല സമയങ്ങളിലും ഈ കൂട്ടിലകപ്പെട്ട എലിയെ പോയി രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളവൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാൻ എലിക്ക് കഴിയും എന്നുള്ളതാണ് ഈ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗവേഷകർ ഈ ഒരു എക്സസൈസ് തന്നെ അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷണം തന്നെ മറ്റൊരു രീതിയിൽ കൂടി ചെയ്തു. ഈ അറയുടെ ഉള്ളിൽ ഗവേഷകർ ഒരു ചോക്ലേറ്റ് കൂടി വെച്ചു. അപ്പോൾ എലി ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ പോകുമോ അതോ കൂട്ടുകാരെ രക്ഷപ്പെടുത്തുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷണം ചെയ്തത്. അപ്പോൾ കൂടുതൽ എലികളും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പോയി കൂട്ടുകാരനെ രക്ഷപ്പെടുത്തിയിട്ട് ഈ ചോക്ലേറ്റ് പങ്കുവെച്ച് കഴിക്കുകയാണ് ചെയ്തത്. ഇത് പലതവണ ആവർത്തിച്ചപ്പോഴും ഈ ഒരു പ്രൊപ്പോർഷനാണ് കൂടുതൽ കണ്ടത്. എന്നാലും ചില സ്വാർത്ഥരായ എലികൾ ആദ്യം പോയി ചോക്ലേറ്റ് എടുത്ത് കഴിച്ചിട്ട് കൂട്ടുകാരനെ രക്ഷപ്പെടുത്തിയതും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എലികളിൽ പൊതുവായൊരു സ്വഭാവമല്ല, അവർ ആ ചുറ്റുപാടുകളും അവൻ്റെ സ്വഭാവവും അവൻ്റെ ക്യാരക്ടറൊക്കെ അനുസരിച്ചിട്ടാണ് അവൻ ബിഹേവ് ചെയ്യുന്നത് എന്ന് മനുഷ്യർക്ക് ആ ഒരു പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മൃഗങ്ങൾക്ക് മനുഷ്യരുടെ മുഖഭാവം വായിക്കാനുള്ള കഴിവുണ്ടോ? അതും നമ്മൾ പരീക്ഷിച്ച് അറിഞ്ഞിട്ടുണ്ട്. ക്ലെവർ ഹാൻഡ്സ് എന്ന് പേരുള്ള ഒരു കുതിരയുടെ എക്സാമ്പിൾ നമുക്കെടുക്കാം. ഈ കുതിരയ്ക്ക് കണക്ക് കൂട്ടാൻ കഴിവുണ്ട് എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞിരുന്നത്. നമ്മൾ ആ കുതിരയോട് ചോദിക്കുകയാണ് 4x3 എത്രയാണ്? അപ്പോൾ അവൻ 12 തവണ കുളമ്പടിച്ച് ശബ്ദം കേൾപ്പിച്ച് അതിൻ്റെ ഉത്തരം തരും. അവനോട് നമ്മൾ ചോദിക്കുകയാണ്
20-ൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ഉത്തരം എന്ന് ചോദിച്ചാൽ അവൻ അതിന് 9 പ്രാവശ്യം കുളം പിടിച്ച് ഉത്തരം നൽകും. അപ്പോൾ ഗവേഷകരൊക്കെ ഇതിനെ ഒബ്സർവ് ചെയ്തു. അതായത് മൃഗങ്ങൾ എങ്ങനെയാണ് ഈ കണക്ക് കൂട്ടുന്നത്, അവനെങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഈ ഒരു പരീക്ഷണം പല സ്ഥലങ്ങളിലും വെച്ച് ചെയ്യുമ്പോഴും ഈ കുതിര കറക്റ്റായിട്ട് തന്നെ അതിന് മറുപടിയൊക്കെ തരുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ട്രിക്ക് എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് കുറച്ച് ആളുകൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ പരിശ്രമിച്ച് ഒടുവിൽ ആ ട്രിക്ക് അവർ കണ്ടെത്തി. കുതിരയോട് നമ്മൾ ചോദിക്കുകയാണ് 4x3 എത്രയാണ് എന്ന്. അപ്പോൾ തന്നെ അവൻ ആളുകളുടെ മുഖഭാവം ശ്രദ്ധിക്കും. അവൻ ഈ ചോദ്യത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അറിയില്ല. അവൻ ആകെ അറിയാം ഞാൻ കുളം പഠിക്കുന്നത് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ അവിടെ നിന്ന് കുളം പഠിച്ച് തുടങ്ങും. അപ്പോൾ ആളുകളുടെ മുഖഭാവം അതനുസരിച്ച് മാറും. പിന്നീട് ഈ ഉത്തരത്തിലോട്ട് എത്തുമ്പോൾ, അതായത് 12 എന്നുള്ള സംഖ്യയുടെ അടുത്തോട്ട് എത്തുമ്പോൾ ആളുകളുടെ മുഖത്തൊരു ആശ്വാസമായിരിക്കും കുതിര കാണുന്നത്. അപ്പോൾ കുതിരയ്ക്ക് മനസ്സിലാവും ഇതായിരിക്കും ഉത്തരം എന്നുള്ളത്. അപ്പോൾ അവൻ ആ 12-ലെത്തുമ്പോൾ ആ കുളമ്പടി ശബ്ദം നിർത്തും. അങ്ങനെയാണ് ആ കുതിര മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കുതിരയ്ക്ക് കണക്ക് കൂട്ടാനോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ല. പക്ഷേ കുതിര ആളുകളുടെ മനസ്സ് അല്ലെങ്കിൽ ആളുകളുടെ മുഖം നല്ല വ്യക്തമായി മനസ്സിലാക്കി വായിച്ചെടുത്തിട്ട് അവനോട് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും അവൻ കുളമ്പടികളിലൂടെ ഉത്തരം നൽകുകയായിരുന്നു. അപ്പോൾ മൃഗങ്ങൾക്ക് മനുഷ്യരുടെ മുഖവും ഒക്കെ വായിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് തെളിഞ്ഞു. അപ്പോൾ മൃഗവും മനുഷ്യനും തമ്മിൽ ഒരുപാട് അന്തരമൊന്നുമില്ല. മനുഷ്യനും ഒരു മൃഗം തന്നെയാണ്. മൃഗങ്ങൾ പെരുമാറുന്നതും മനുഷ്യൻ പെരുമാറുന്നതും ഒക്കെ ഒരുപോലെ തന്നെയാണ്. മൃഗങ്ങൾക്കില്ലാത്ത പ്രത്യേകത മനുഷ്യനുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുത്തുന്നത് വെറുതെയാണ് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.